ഭക്തിയുടെ നിറവിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപനം. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയിടാൻ ഒഴുകിയെത്തിയത്. രാവിലെ 10 മണിക്ക് പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത്. രാവിലെ 10 മണിക്ക് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പകർന്ന ഭദ്രദീപം തിടപ്പള്ളിയിൽ കത്തിച്ച ശേഷം പണ്ടാര അടുപ്പിലേക്ക് പകർന്നതോടെയാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് അനന്തപുരിയിലെ ഓരോ ഇടവഴിയും വരെ എത്തിയ അടുപ്പുകളിലേക്ക് ഭക്തിയുടെ അഗ്നിതീർത്ഥം പടർന്നെത്തി. ഇതോടെ അനന്തപുരിയുടെ മാനത്ത് നാമജപങ്ങളും വായ്ക്കുരവകളും മാത്രമായി. പുലർച്ചെ മുതൽ തന്നെ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ചടങ്ങുകൾ പൂർത്തിയാക്കി തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടാണ് ശ്രീകോവിൽ നിന്നും മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിക്ക് ദീപം പകർന്നു നൽകിയത്. ഇതിനു മുന്നോടിയായി പാണ്ഡ്യരാജാവിനെ നിഗ്രഹിച്ച ദേവീചരിതം തോറ്റംപാട്ടായി ദേവിക്ക് മുന്നിൽ അർപ്പിച്ചു. ഉച്ചയ്ക്ക് കൃത്യം 1:30 തന്നെ പണ്ടാര അടുപ്പിൽ തീർത്ഥം തളിച്ച് പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു. ഇതോടെ കാത്തിരുന്ന 250ഓളം പൂജാരിമാർ ഭക്തരുടെ പൊങ്കാല നിവേദ്യങ്ങളും തളിച്ച് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ദേവീ പ്രസാദത്തോടെ പൂർണ്ണ വിരാമം നൽകി. തുടർന്ന് ആത്മസംതൃപ്തിയോടെയുള്ള മടക്കയാത്ര. നാളെ രാത്രി നടക്കുന്ന ഗുരുതിയോടെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം സമാപിക്കും. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.